ഹായ് മക്കളെ, MBBS സ്വപ്നം കാണുന്ന മുഴുവൻ കുട്ടികൾക്കുള്ള ഒരു അടിപൊളി സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോക്കൂ, നിങ്ങളൊരു റിപ്പീറ്റർ ആണോ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ കൂടെ +1 ഓർ +2വിൻ്റെ കൂടെ സീരിയസ് ആയി നീറ്റിന് പ്രിപ്പയർ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടർക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ, നീറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ വിവരം മാത്രം അളക്കുന്ന ഒരു പരീക്ഷയല്ല. അതിനെല്ലാം അപ്പുറത്ത് മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആ ഒരു പരീക്ഷ എഴുതുന്ന ദിവസം നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ആ പരീക്ഷ എഴുതുന്ന സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നിങ്ങൾ മാനസികമായിട്ട് എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, നിങ്ങളുടെ ഇൻഫർമേഷനെ നിങ്ങൾ എങ്ങനെ ആ ഒരു OMR ഷീറ്റിലേക്ക്, ആൻസർ ഷീറ്റിലേക്ക് പകർത്തുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ച് നിങ്ങളുടെ റാങ്ക് വരുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് എക്സാം. അതുകൊണ്ടാണ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുക എന്നതിനപ്പുറത്ത് അവരെ കൊണ്ട് നീറ്റ് മോഡൽ പരീക്ഷകൾ എഴുതിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാം സെൻ്ററുകളിൽ കുട്ടികൾ ഓൾമോസ്റ്റ് ഡെയിലിയും വീക്ക്ലിയും മന്ത്ലിയും ഒക്കെയായി നടക്കുന്ന നമ്മളുടെ നീറ്റ് മോഡൽ ടെസ്റ്റുകൾ എഴുതിയാണ് അവർ കോമ്പീറ്റൻ്റ് ആയിട്ട് മാറുന്നത്, അവരുടെ കോമ്പീറ്റൻസി വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഫൈനലി നീറ്റ് എക്സാമിന് അവർ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഉയരുന്നത്. സോ അതുകൊണ്ടാണ് നീറ്റ് മോഡൽ ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ മാസവും കൃത്യമായ ഇടവേളകളിൽ കറക്റ്റ് നിങ്ങൾ എങ്ങനെയാണോ നീറ്റ് എക്സാമിന് ഒരു ഹാളിൽ പോയി ഇരുന്ന് OMR ഷീറ്റിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതുന്നത്, ആ രീതിയിൽ കൃത്യമായി പരിശീലിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കാൻ പോകുന്നത് എജുപോർട്ടിൻ്റെ മന്ത്ലി ടെസ്റ്റ് സീരീസിലൂടെ. മക്കളെ, ഇതൊരു ഓൾ കേരള ഓഫ്ലൈൻ ടെസ്റ്റ് സീരീസാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും 14 ജില്ലകളിലായി കൃത്യമായി നമ്മൾ തിരഞ്ഞെടുത്ത സെൻറ്ററുകളിൽ ഓഫ്ലൈനായി എങ്ങനെയാണോ നിങ്ങളൊരു നീറ്റ് എക്സാം ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നത് OMR ഷീറ്റിൻ്റെ സഹായത്തോടെ, അതേ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഇതിലൂടെ ഒരുക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തൊരു ഇനീഷ്യേറ്റീവാണിത്. അങ്ങനെയാണെങ്കിൽ പോലും എജുപോർട്ടിൽ പഠിക്കാത്ത, പുറത്ത് മറ്റേതെങ്കിലും സെൻറ്ററുകളിൽ ഓൺലൈനായോ മറ്റൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നീറ്റ് എക്സാം എഴുതി പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ കോമ്പീറ്റൻസി വർദ്ധിപ്പിച്ച് റാങ്കിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. നോക്കൂ, നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റേഴ്സിനോടും മറ്റും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, OMR ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റിലാണ് നമ്മൾ നമ്മുടെ ആൻസേഴ്സ് ഫില്ല് ചെയ്ത് പോകുന്നത്. ഈ ഷീറ്റിൽ കുറേ ചെറിയ കുഞ്ഞി സർക്കിളുകളാണ് ഉണ്ടാവുക. ഈ സർക്കിളുകളിൽ കൃത്യമായ നമ്മുടെ ഉത്തരങ്ങൾക്കനുസരിച്ച് ഇവിടെ ABCD എന്നുണ്ടാവും. നമ്മുടെ ഉത്തരങ്ങൾക്കനുസരിച്ച് കറുപ്പിച്ച്, അതായത് അതിന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനമാണുള്ളത്. ഇതിൽ പലപ്പോഴും ചിലപ്പോൾ സംഭവിക്കാനൊരു സാധ്യതയുള്ള കാര്യം, നിങ്ങളൊരു പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ C എന്ന് വരുന്ന സ്ഥലത്ത് അറിയാതെ നിങ്ങളുടെ കൈയൊന്ന് മാറി നിങ്ങൾ D കുത്തിക്കഴിഞ്ഞാൽ പരിപാടി മാറിപ്പോയി മൊത്തത്തിൽ. അല്ലെങ്കിൽ ഇവിടെ 1, 2, 3 ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടാകും. നിങ്ങൾ ഒന്നിച്ച് പിന്നീട് കറുപ്പിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ, നീറ്റിൻ്റെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ തന്നെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നു. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്നാമത്തത് A ആണ്, രണ്ടാമത്തതിൻ്റെ ഉത്തരം B ആണ്, മൂന്നാമത്തത് C ആണ്, നാലാമത്തത് D ആണ്, അഞ്ചാമത്തത് E ആണ്, അഞ്ചാമത്തത് C ആണ്. അങ്ങനെ നിങ്ങൾ ഓരോന്നിൻ്റെയും ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ പലപ്പോഴും എഴുതി വെച്ച് പോകും. പിന്നീട് നിങ്ങളത് മൊത്തത്തിൽ OMR ഷീറ്റിലേക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. ഞങ്ങൾ അങ്ങനെയാണ് പറയുക, കറുപ്പിക്കുക. ഈ കറുപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ, ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഒരു പക്ഷേ നമ്മൾ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ഒക്കെ ഒന്ന് അങ്ങോട്ട് മിസ്സായിപ്പോയി, ഒരു റോ നമുക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നാലാമത്തത് നമ്മൾ ഇവിടെ 4 എന്ന് എഴുതിയ ആൻസർ ഇങ്ങോട്ട് ഇവിടെ നമ്മൾ 4C എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആ 4ൻ്റെ നേരെ C എന്ന് കുത്തുന്നത് അഞ്ചാമത്തെ ഇതിൻ്റെ ബോക്സിലാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് മുഴുവൻ തെറ്റും. അങ്ങനെ നന്നായി പഠിച്ചിട്ടും റാങ്ക് കിട്ടാതെ പോയ പല കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഉദാഹരണത്തിന് പരീക്ഷാ ഹാളിൽ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റ്, എല്ലാവരും ഇരുന്ന് പരീക്ഷ എഴുതുന്നത് കാണുമ്പോൾ തന്നെ ചിലർക്ക് ഭയങ്കര പേടിയാണ്, ചിലർക്ക് ഭയങ്കര ബേജാറ് വരും. ഇനി അങ്ങനെ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ നമ്മുടെ ഇൻവിജിലേറ്റേഴ്സ് നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി, ചെറിയ രീതിയിലൊക്കെ ചെറിയൊരു ഹാർഷായിട്ടൊരു നോട്ടം പോലും പലരുടെയും എക്സാമിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സാമിൻ്റെ ഇടയിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ എങ്ങനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ പ്രശ്നങ്ങളെ മറികടക്കാം എന്നൊക്കെ അറിയണമെങ്കിൽ
കൃത്യമായ രീതിയിൽ നിങ്ങൾ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കോച്ചിങ് സെൻ്ററുകളും അവരുടെ കുട്ടികളെ കൊണ്ട്, അവരുടെ റിപ്പീറ്റേഴ്സിനെ കൊണ്ടും, അവരുടെ ഇനി ഓൺ ഗോയിങ് ബാച്ച് എന്ന് പറയും, റെസിഡൻഷ്യൽ ബാച്ചിലെ കുട്ടികളെ കൊണ്ടൊക്കെ 100 കണക്കിന് ഇത്തരത്തിലുള്ള നീറ്റ് മോഡൽ പരീക്ഷകൾ എഴുതിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്കൊരു വലിയ കോച്ചിങ് സെൻ്ററിലോ ഒരു വലിയ സംവിധാനത്തിലോ പോയി പഠിക്കാൻ അവസരം കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. മക്കളെ, നമുക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നോക്കൂ, ഈ ഒരു മാസത്തെ എല്ലാ മാസവും നമുക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഈ മാസത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 30-നാണ്. ഓഗസ്റ്റ് 30-നാണ് ഈ ഒരു മാസത്തെ പരീക്ഷ നമുക്ക് വരുന്നത്. 10 മണി മുതൽ 1 മണി വരെയാണ് നമ്മുടെ 3 ഹവറാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ ഏത് സ്ഥലത്താണ് ഈ സെൻറ്റർ ഉള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് HSS മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. അങ്ങനെ ഓരോ ജില്ലകളിലെയും സെൻറ്ററുകൾ ഏതാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ആക്സസ് ഉള്ള സ്ഥലമാണോ, നിങ്ങൾക്ക് പോയി വരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നോക്കിക്കൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന സിറ്റി സെൻറ്ററുകളിലാണ് നമ്മൾ മിക്കവാറും സെൻറ്ററുകൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ എജുപോർട്ടിൻ്റെ ഈ ഒരു മന്ത്ലി ടെസ്റ്റ് സീരീസിൻ്റെ ബുക്കിങ്ങിലേക്ക് നിങ്ങൾ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 49 രൂപ ബുക്കിംഗ് ഫീ വരും. പക്ഷെ അത് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പരീക്ഷ എഴുതാനുള്ള ഡേറ്റും ഡിസ്ട്രിക്റ്റും സെൻറ്ററും ടൈമും സെലക്ട് ചെയ്യുക. ഈ ടൈം സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടും. നിങ്ങളൊരു +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ, അതോ +2 ആണോ, അതോ നിങ്ങളൊരു റിപ്പീറ്റർ ആണോ എന്നുള്ള ഓപ്ഷൻ കിട്ടും. നിങ്ങൾ 3 തരം ആളുകൾക്കും ഈ പരീക്ഷയുണ്ട്. 3 പേർക്കും നിങ്ങൾക്ക് കൃത്യമായ സിലബസുകളുണ്ട്. റിപ്പീറ്റേഴ്സിൻ്റെ സിലബസ് വേറെ ആയിരിക്കും, +1കാരുടെ സിലബസ് വേറെ, +2കാരുടെ സിലബസ് വേറെ. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായ സിലബസ് നമ്മൾ തരുന്നുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ഓരോ മാസവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് സ്ട്രീമിലാണ് ഇപ്പോഴുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഫോൺ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ, നിങ്ങൾ ഓൾറെഡി എജുപോർട്ടിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ആപ്പിൽ കൊടുത്ത നമ്പർ ആയിരിക്കണം ഇവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കാം. ദെൻ നിങ്ങളെ വാട്സപ്പിൽ കിട്ടേണ്ട നമ്പർ മസ്റ്റായിട്ട് കൃത്യമായ വാട്സപ്പ് നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഹാൾ ടിക്കറ്റ്, ഇതൊരു കംപ്ലീറ്റ് നീറ്റ് മോഡൽ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഹാൾ ടിക്കറ്റും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ വാട്സപ്പിലേക്കാണ് വരിക. അതുകൊണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കണം, നിങ്ങളുടെ ഫുൾ നെയിം, ഇമെയിൽ, ദെൻ എക്സാം ഓൾറെഡി അവിടെയുണ്ട്, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും വരും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു OTP കിട്ടും. ആ OTPയിലൂടെ ഈ ഒരു ടെസ്റ്റിന് നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റിലേക്ക് പോവേണ്ടതുള്ളൂ. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണ്. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത്, പരീക്ഷാ സെൻറ്റർ നിങ്ങൾക്ക് ആക്സസിബിൾ ആണെങ്കിൽ, പിന്നെ നിങ്ങൾ ഒക്കെ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ പേയ്മെൻറ്റിലേക്ക് പോകാം. നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള UPI ആപ്പ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റിലേക്ക് ഈ ഒരു 49 രൂപ എന്ന് പറയുന്ന വളരെ ചെറിയ എമൗണ്ട്, നമുക്ക് നിങ്ങളുടെ OMR ഷീറ്റിനും മറ്റൊക്കെ വരുന്ന വളരെ ചെറിയൊരു എക്സ്പെൻസ് മാത്രമാണ്. നിങ്ങൾക്ക് ആ ഒരു പൈസ കൊടുത്തുകൊണ്ട് ഈ ഒരു ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ എജുപോർട്ടിൽ ഓൾറെഡി ജോയിൻ ചെയ്ത് നമ്മുടെ പ്രീമിയം റിപ്പീറ്റേഴ്സിലോ +1ലോ +2ലോ പഠിക്കുന്ന നമ്മുടെ പ്രീമിയം ബാച്ചിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നതാണ്. ഈ ഒരു രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം. നിങ്ങൾ എജുപോർട്ടിൻ്റെ പെയ്ഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ, അല്ല എങ്കിൽ ഈ ഒരു 49 നിങ്ങൾക്ക് ഈ ഓരോ പരീക്ഷയ്ക്കും വരുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്, ഞാനൊന്ന് മാറി നിൽക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസത്തെയും നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ്, സിലബസ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായ അപ്ഡേറ്റ് അതിനകത്ത് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. നോക്കൂ, നമ്മൾ നീറ്റ് റിപ്പീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ വരുന്നത് സം ബേസിക് കോൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ്, ഈ ഒരു 4 ചാപ്റ്ററുകളാണ്. ഫിസിക്സിൽ നിങ്ങൾക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, പിന്നെ നിങ്ങളുടെ കൈനമാറ്റിക്സ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിന്, ലോസ് ഓഫ് മോഷൻ, വർക്ക് പവർ എനർജി. ഓക്കെ, ഈ ഒരു 5 ചാപ്റ്റേഴ്സാണ് ഫിസിക്സിൽ നിന്ന് വരുന്നത്. ബയോളജിയിൽ നിങ്ങൾക്ക് ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, ഇത്രയും ചാപ്റ്ററാണ് ബയോളജിയിൽ വരുന്നത്. ഇനി നീറ്റ്
+1 വിദ്യാർത്ഥികൾക്ക് +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരേണ്ട ചാപ്റ്റേഴ്സ്. ഓക്കെ, നോക്കൂ, ഈ ഒരു പരീക്ഷ എഴുതുന്നതിലൂടെ നിങ്ങളുടെ ലെവൽ എത്രയാണ്, നിങ്ങൾ എത്രത്തോളം ലെവൽ ഉയർന്നിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വരുത്തേണ്ടത്, നിങ്ങളുടെ സ്ട്രാറ്റജികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ശരിക്കും നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നോക്കൂ, നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതണം. നമ്മൾ പരീക്ഷകൾ എഴുതുമ്പോൾ മാത്രമേ നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുള്ളൂ. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ മാത്രമാണ് നമ്മൾ കോമ്പീറ്റൻസി വർദ്ധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് സഹായകമാവും, ഉറപ്പായിട്ടും 110% സഹായകമാവും. നോക്കൂ, നിങ്ങൾ +1ലേക്ക് വരികയാണെങ്കിൽ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, ഇത് കേരള ബോർഡ് എക്സാമിന് വളരെ സിമ്പിളാണ്. പക്ഷേ ഇതൊരു നീറ്റ് ലെവലിൽ നിങ്ങൾ പഠിക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എജുപോർട്ടിൻ്റെ നീറ്റ് ബാച്ചിലെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അത് കണ്ട് കൃത്യമായി അതിലെ ക്വസ്റ്റ്യൻസും അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് മാത്രം വരിക. അതിനുശേഷം സ്ട്രക്ചർ ഓഫ് ആറ്റം, ഈ 2 ചാപ്റ്ററാണ് കെമിസ്ട്രിയിലുള്ളത്. ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, പ്ലെയിൻ മോഷൻ. ഓക്കെ, അപ്പോൾ 3 ചാപ്റ്ററാണ് ഫിസിക്സിൽ. ബയോളജിയിൽ ലിവിംഗ് വേൾഡ്, പ്ലാന്റ് കിങ്ഡം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ആനിമൽ കിങ്ഡം ഇല്ല. ഓക്കെ, 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ബയോളജിയിൽ +1 വരുന്നത്. ഇനി +2ലേക്ക് വന്നു കഴിഞ്ഞാൽ +2 കെമിസ്ട്രിയിൽ 2 ചാപ്റ്ററേ ഉള്ളൂ, സൊല്യൂഷൻസും ഇലക്ട്രോ കെമിസ്ട്രിയുമാണ് നിങ്ങൾക്ക് വരുന്നത്. ഫിസിക്സിൽ 3 ചാപ്റ്റേഴ്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതുപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി. 3 ചാപ്റ്റേഴ്സ് ബയോളജിയിൽ. റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ബയോടെക്നോളജി, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ്, എന്നാൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഈ ഒരു പരീക്ഷയിലെ നിങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ഒരുപാട് മാറ്റം, നിങ്ങളുടെ നീറ്റിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിൽ ഒരുപാട് മാറ്റം ഈ ഒരു പരീക്ഷകളിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഗൈസ്, ഇപ്പോൾ തന്നെ താഴെയുള്ള ലിങ്കിൽ കയറിക്കൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ താഴെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്ലി ടെസ്റ്റ് സീരീസിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ അപ്ഡേറ്റും എല്ലാ മന്തിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടും. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നോക്കൂ, വെറുതെ ഇരുന്നു എന്നുള്ളതുകൊണ്ട് ജീവിതത്തിൽ ഒരു ലാഭവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ഒരു ഓഗസ്റ്റ് 30 എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ നിങ്ങളുടെ വീട്ടിലിരിക്കാം. ഓരോ ദിവസവും നിങ്ങൾക്ക് വെറുതെ ഇരിക്കാം, ഒരു ചേഞ്ചും ലൈഫിൽ ഉണ്ടാവില്ല. അതേ സമയത്ത് ഇറങ്ങി പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ളവൻ, ഫീൽഡിലേക്ക് ഇറങ്ങി നോക്കൂ, പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തും. സോ അതിലേക്കാണ് നമ്മൾ നിങ്ങളെ വിളിക്കുന്നത്. സോ കമോൺ, നമുക്ക് അടിപൊളിയായി പഠിക്കാം. നമ്മളുടെ പരീക്ഷകൾ എഴുതിക്കൊണ്ട് നമ്മുടെ കോമ്പീറ്റൻസി നമുക്ക് എന്താ പറയുക, നമ്മൾ കൊല്ലൻ്റെ ആലയിൽ ആയുധം മൂർച്ച കൂട്ടുന്ന പോലെ ഓരോ പരീക്ഷകളും നടക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മൂർച്ച കൂടി, കൂടുതൽ മൂർച്ചയുള്ള, കൂടുതൽ പരീക്ഷയെ പ്രിപ്പയർ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറും. അങ്ങനെ നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്ക്, MBBS എന്ന് പറയുന്ന വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബൈ.